കംപ്ലീറ്റ് ആയിട്ട് റെഡ് ബ്രിക്കിൽ, അതായത് ചുവന്ന ഇഷ്ടികയിൽ പണിതൊരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തടുത്തൊക്കെ നിറയെ വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് വരുന്നത്. റോഡ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ടാർ റോഡാണ്. 6 മീറ്റർ വൈഡ് ആയിട്ടുള്ള റോഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. ഈ ഒരു വീടാണ് ഞാൻ പറഞ്ഞത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടികയിലാണ്, ചുവന്ന ഇഷ്ടികയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീട് വരുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കര മോറക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ്. മോറക്കാല നമുക്ക് ബസ് റൂട്ട് മെയിൻ റോഡിൽ നിന്നൊക്കെ വെറും 750 മീറ്റേഴ്സ്, 750 മീറ്റർ ആണ് വരുന്നത്. പള്ളിക്കര ജംഗ്ഷനിലേക്ക് നോക്കിയാൽ വെറും 1.5 കിലോമീറ്റർ. കാക്കനാട് ഇൻഫോ പാർക്ക് വളരെ അടുത്താണ്, വെറും 3.4 കിലോമീറ്റർ. കാക്കനാട് കളക്ടറേറ്റിലേക്കാണെങ്കിൽ 9.4 കിലോമീറ്റർ. ഇടപ്പള്ളിയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും 13 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് 23 കിലോമീറ്ററും. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഓൾറെഡി 4ഓളം വീടുകളിൽ ആളുകൾ താമസമായതാണ്. ബാക്കി നമുക്ക് ഒരുപാട് വീടുകളുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈഡായ റോഡാണ്. വീടിന്റെ എലിവേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റൈൽ ഡിസൈനുകളും ഭംഗിയുള്ള ബ്രിക്ക് മോഡൽ വർക്കുകളും നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷനുകളാണ് വീടിന് പെയിന്റിംഗ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. എലിവേഷൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന എലിവേഷൻ ആണ് വീടിന് വരുന്നത്. ബാൽക്കണിയുടെ പോർഷൻ ഒക്കെ ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. വീടിന്റെ മതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഡിസൈൻ ആണെങ്കിൽ പോലും മിഡിൽ പോർഷനിൽ ബ്രിക്കിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കവേഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലൊക്കെ നോക്കിയാൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ ഒന്നാമത്തെ കാർ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാർ നമുക്ക് വീടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലും സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഗ്രാസിന്റെ വർക്കുകൾ കൂടിയാണ് പെയിന്റിംഗ് ഉള്ളത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് വെല്ല് കിട്ടുന്നുണ്ട്. കിണർ നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു വലിയ കിണർ തന്നെ, നല്ല ഡ്രിങ്കിങ് വാട്ടർ ആണ് കിട്ടുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ടൈലാണ്. കിച്ചന്റെ ആ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുവാണെങ്കിലും സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്. ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലും ഏരിയ സ്പേഷ്യസ് തന്നെയാണ്. ഇവിടെയും നമുക്ക് ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5 സെന്റ് 2072 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ്. നല്ല സ്പേഷ്യസ് ആണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. മുകളിലൊക്കെ ചെറിയ LED ലൈറ്റുകൾ വരുന്നുണ്ട്. മെയിൻ ഡോറിൽ കാണുന്നതാണ്. വുഡൊക്കെ നോക്കുവാണെങ്കിൽ ടീക്ക് വുഡ്, തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ വീട്ടിൽ കിട്ടുന്നുണ്ട്. 14.5 9.5 അടി ഫീറ്റ് ആണ് വരുന്നത്. ചുറ്റിനും നിറയെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ വി ഗാർഡിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് TV വെക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് പറ്റില്ല എങ്കിൽ ഇവിടെ നമുക്ക് വലിയൊരു വോള് കിട്ടുന്നുണ്ട്. അവിടെ ഭംഗിയായിട്ടൊരു TV യൂണിറ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. റൂഫിലൊക്കെ നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഫ്ലോർ ടൈൽ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു എൻട്രൻസ് വുഡനായിട്ട് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ ഒക്കെ വളരെ സ്പേഷ്യസ് ആണ്. 15.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് വരുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. റൂഫ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഔട്ടിൽ വരുന്ന ആ ഒരു പോർഷൻ മാത്രമാണ് ഡിസൈൻ വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ടഫിന്റെ ഗ്ലാസ് ആണ് അവിടെ വരുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഏരിയ സ്പേഷ്യസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വാഷ് ഏരിയയും ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ മാത്രമാണ് നമുക്ക് ഇവിടെ ഫിനിഷ് ആയിട്ട് വരാനുള്ളത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സർഫേസ് വരുന്നത്. താഴെയൊക്കെ ആണ് നോക്കിയാലും കാണാം കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കിച്ചൺ വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. ഇതുപോലെ ഭംഗിയുള്ള ഡിസൈനിൽ ഗ്ലാസ് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ ടൈല് കുറച്ച് ഡിഫറെന്റ് ആണ്. ഗ്രിപ്പോട് കൂടി മാറ്റ് ഫിനിഷ് ആയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വലിയ കിച്ചൺ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. നല്ല സ്പേഷ്യസ് ആണ് കിച്ചൺ വരുന്നത്. സറൗണ്ടിങ് ഏരിയത്തിലൊക്കെ ടൈലാണ്. കൗണ്ടർ ടോപ്പ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ലെങ്തി ആയിട്ട് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. വിൻഡോസ് 2 ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്യാബിനറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനിൽ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള നല്ല സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. താഴെ 2 ബെഡ്റൂമുകൾ ഉള്ളതിൽ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ബെഡ്റൂമിന്റെ ഡോറുകളെല്ലാം തന്നെ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 12.5 11.5 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. 4 വിൻഡോസ് ആണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്.
വാർഡ്രോബ് നല്ലൊരു കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. റൂഫില് എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയ ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയും ടൈലുകൾ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12-11 ഫീറ്റ് ആണ്. രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് സിമ്പിൾ ആയിട്ടാണ്. എയർ ഹോൾ ഫെസിലിറ്റി ചെറിയ രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഫിറ്റിംഗ്സ് കംപ്ലീറ്റ് ജാഗുവാറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. മുകളിൽ എയർ ഹോൾ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഇത്രയും വലിയ അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടുന്ന വീടുകൾ കുറവാണ്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. TV വെക്കാനായിട്ട് നമുക്ക് ഇവിടെയാണ് ആ ഒരു പോയിന്റ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വലിയ ഹാളിന്റെ റൂഫ് വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ടോട്ടലി മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 13 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. റൂഫും ഇവിടെയും സിമ്പിൾ ആയിട്ടാണ്. ആവശ്യത്തിനുള്ള എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിം കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബും ഇവിടെയും വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു കളറിലെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇവിടെ 2 ബാൽക്കണി കിട്ടുന്നുണ്ട്. കവേർഡ് ആയ ബാൽക്കണിയും ഓപ്പൺ ബാൽക്കണിയും കിട്ടുന്നുണ്ട്. കവേർഡ് ബാൽക്കണിയുടെ സെപ്പറേഷൻ വരുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ്. ആ ഒരു ടൈലൊക്കെ ഗ്രാനൈറ്റ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഹാൻഡ് റൈൽസ് കൊടുത്ത് സേഫ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ബാൽക്കണി ഓപ്പൺ സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ്. ബെഡ്റൂം സൈസ് 15-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് 2 ഭാഗത്തായിട്ട് വരുന്നുണ്ട്. റൂഫ് സിമ്പിൾ ആയ ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ്. സെയിം തന്നെ ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് വാർഡ്രോബുകളും കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. 4 ബാത്റൂമുകളും സ്പേഷ്യസും ആണ്. 4 ബാത്റൂമുകളിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. ഇനി ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ വലിയൊരു ഏരിയ തന്നെ ഇവിടെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. ഏരിയ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഏരിയ വളരെ സ്പേഷ്യസ് ആണ്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് റൂഫും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ്സ് എല്ലാം ഈ ഒരു കോർണർ പോർഷനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് ഇഷ്ടികയിൽ റെഡ് ബ്രിക്കിൽ പണിയുന്ന വീടുകൾ വളരെ കുറവാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു വീട് ഫുള്ളായിട്ട് ബ്രിക്കിലാണ് പണിതിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിൽ പള്ളിക്കര മോറക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് വരുന്നത്. മോറക്കാല ബസ് റൂട്ടിൽ നിന്നൊക്കെ 750 മീറ്റർ ആണ്. ഇൻഫോ പാർക്കിലേക്ക് വെറും 3.4 കിലോമീറ്റർ ആണ്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. 6 മീറ്റർ വൈഡ് ആയിട്ടുള്ള റോഡാണ് വില്ലയുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് ഒരു 3-4 വില്ലകൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. എല്ലാത്തിലും ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ളതിന്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5 സെന്റ് സ്ഥലത്ത് 2072 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 2072 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിലെ 4 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം ലഭിക്കുന്നുണ്ട്. വെൽ വാട്ടർ ഉണ്ട്. നിങ്ങളുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീട് നിങ്ങൾക്ക് ഇപ്പോൾ 1 കോടി രൂപയ്ക്ക് സ്വന്തമാക്കാം. 1 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുമ്പോൾ എടുത്തില്ല എങ്കിൽ വിഷമം തോന്നണ്ട. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കോളിൽ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. വീട് ഇഷ്ടമായെങ്കിൽ ഒട്ടും വൈകണ്ട, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.